ഈ അവിഹിതത്തിൽ എൻജോയ് ചെയ്യുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ചിട്ടും ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച ഒരു ഭാര്യ, ഒടുവിൽ ഭാര്യ അറിയുന്നത് ഭർത്താവിന് താനല്ലാതെ മറ്റൊരു ഭാര്യയുണ്ട്, മറ്റൊരു കുഞ്ഞുണ്ട് എന്നറിയുന്ന ആ ഭാര്യയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? സ്നേഹനിധിയായ ഒരു ഭാര്യ ആ ഭർത്താവിന് വേണ്ടിയിട്ട് പഠനം ഒഴിവാക്കുന്നു, ജോലി എന്ന ആഗ്രഹം ഒഴിവാക്കുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ഒടുവിൽ ആ ഭാര്യ തിരിച്ചറിയാണ് താനല്ലാത്ത മറ്റൊരു ഭാര്യയുണ്ട്. അതും ഈ ഭാര്യയോട് പറയാതെ എന്ത് കുറവാണ് ഉണ്ടായിരുന്നതെന്ന് ഈ ഭാര്യ ചോദിക്കുമ്പോൾ അടിച്ചമർത്തുന്ന ഒരു ഭർത്താവാണെങ്കിൽ ആ ഒരു ഭാര്യയെ കുടുംബങ്ങൾ എങ്ങനെ കാണാം? കുടുംബങ്ങൾ കാണാൻ നീ ഒന്ന് ക്ഷമിക്ക്, നീ ഒന്ന് സഹകരിക്ക്, പറ്റിപ്പോയി, അല്ലെങ്കിൽ അതിനിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക, ആണുങ്ങളല്ലേ, ആണുങ്ങൾക്ക് 4 വരെ കെട്ടാലോ എന്ന് മതവും നേതൃത്വവും സമുദായവും കുടുംബക്കാരൊക്കെ പറയുമ്പോൾ ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരമൊരു ലേഡി എന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞവരെ സങ്കടം കേട്ടപ്പോൾ സത്യം പറഞ്ഞ നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് ഒരു സ്ത്രീകളോട് പെരുമാറുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഞെട്ടൽ വരും. ഇത് തൽക്കാലം ഈ സ്ത്രീക്ക് നമുക്ക് സഫറുന്നിസ എന്ന് പേരിടാം. പേര് സാങ്കല്പികമാണ്. അവരവരെ അനുഭവം പറയണത് ഇങ്ങനെയാണ്. അവർ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ കല്യാണം കഴിയുന്നത്. പഠിക്കണമെന്നും പഠിച്ച് നല്ലൊരു ജോലി നേടണമെന്നും വലിയൊരു ആഗ്രഹമായിരുന്നു. കുടുംബം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണമൊക്കെ കഴിച്ചത്. കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു, എനിക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം, ജോലി എന്തൊക്കെ ചെയ്യാം, ഒന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ച് പോലെ ഡിഗ്രി ഫൈനൽ ഇയർ എത്തി. അതായത് കല്യാണം കഴിഞ്ഞൊരു വർഷമാകുമ്പോഴാണ് അവൾ ഫൈനൽ ഇയർ വരുന്നത്. ഫൈനൽ ഇയർ ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഗർഭിണിയായപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇനിയിപ്പോൾ തൽക്കാലം ഇതൊക്കെ ഇങ്ങനെ കഴിയട്ടെ. പിന്നെ ഇവളുടെ പഠനത്തിന് വലിയ പ്രോത്സാഹനം ഉണ്ടായില്ല. ഇവൾ ഡിസ്റ്റൻസിലാണെങ്കിലും ഒരു PG ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ ഇവൾ കരുതി ഭർത്താവിൻ്റെ സന്തോഷമാവട്ടെ. ഇയാൾ പറഞ്ഞു, ന്യായം എങ്ങനെയാണ്, നീ നയിച്ചുണ്ടാക്കി കൊടുത്തിട്ടൊന്നും ഈ കുടുംബം കഴിയേണ്ട സാഹചര്യം ഇല്ലല്ലോ. ഇയാൾ ഭർത്താവ് ഗൾഫിൽ പോവാണ്, ഇടയ്ക്ക് വിസിറ്റിങ്ങിന് കൊണ്ടുപോകും, നല്ല സ്നേഹമാണ്. ഭർത്താവിൻ്റെതായ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവളുടെ സന്തോഷങ്ങളൊക്കെ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഇവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. വൈകാതെ തന്നെ 2 കുഞ്ഞുങ്ങളായി. ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണ് ഭർത്താവിനെ കുറിച്ച് ചില വിവരങ്ങൾ ഭാര്യയോട് ഭർത്താവിൻ്റെ ചില സുഹൃത്തുക്കളും കുടുംബക്കാരൊക്കെ പറയുന്നത്. ഒരു ശ്രീലങ്കൻ യുവതിയുമായിട്ട് ഗൾഫിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അതിലൊരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൾക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇവർ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളില്ല. എന്തെങ്കിലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഭർത്താവ് വേറൊരു യുവതിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് അറിയുമ്പോൾ അതിലൊരു സാധ്യത കാണാം. അത് സ്വാഭാവികമാണ്. പക്ഷെ തന്നോട് എന്തിനീ ചതി ചെയ്തു എന്നുള്ളൊരു ദുഃഖം ഇവളുടെ ഉള്ളിലുണ്ട്. ഇതെങ്ങനെ ചോദിക്കാം? അങ്ങനെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇവൾ കാര്യമായിട്ട് ചെക്ക് ചെയ്തു. ഇയാൾ ചോദിച്ചപ്പോൾ ഇയാൾ തട്ടിക്കയറി, പ്രശ്നങ്ങളായി. ഒടുവിൽ ഇവളുടെ കുടുംബക്കാർ ഗൾഫിലൊക്കെ അന്വേഷിക്കുമ്പോൾ സംഗതി ശരിയാണ്, ഗൾഫിലുള്ളൊരു ശ്രീലങ്കൻ ലേഡിയുമായിട്ട് ബന്ധമുണ്ട്, അവളുടെ കൂടെ ഫ്ലാറ്റിലേക്ക് കഴിയലുണ്ട്, അതിൽ കുട്ടിയുണ്ട്, അതിന് നിയമപരമായിട്ട് പിന്നീട് വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രശ്നമായപ്പോൾ ഇയാളും റൈസായി, എൻ്റെ ഇതിനു വേണ്ടി നീ ജീവിച്ചാൽ മതി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവെല്ലാ കുടുംബക്കാരും ഇവരുടെ ഉമ്മ ഉപ്പ ഇവൻ്റെ ഈ ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ എല്ലാവരും പറയുന്നത്, നീ ഇങ്ങനെ ഇത്രയും ചെറിയ കാര്യത്തിലൊക്കെ പ്രശ്നം ഉണ്ടാക്കണോ? നീ പ്രശ്നം ഉണ്ടാക്കിയാൽ ഓൻ വേറെ 2ാമതും 3ാമതും കല്യാണം കഴിച്ച് എന്താ ചെയ്യുക? ഓൻക്കൊന്നും 2ഉം 3ഉം കല്യാണം കഴിക്കാൻ നിൻ്റെ പെർമിഷൻ വേണോ? അപ്പോൾ എന്തോ ഒരു പെണ്ണിൻ്റെ പ്രശ്നമായിട്ട് എല്ലാവരും കാണുന്നത്. അപ്പോൾ ഇവൾ ചിന്തിച്ചൊരു ചോദ്യം ഇതാണ്, ഇവിടെ പ്രശ്നക്കാരൻ ഞാനാണോ അയാളാണോ? എല്ലാവരും ഉപദേശിക്കുന്നത്, എല്ലാവരും കൗൺസിലിങ്ങും വരുന്നത് ഒക്കെ എൻ്റെ നേരക്കാണ്. എനിക്കെന്താ പ്രശ്നം? അയാൾ ഈ തെമ്മാടത്തരം ചെയ്തിട്ട് ആരും അയാളെ പരസ്യമായി അധിക്ഷേപിക്കണില്ല, അയാളുടെ ആരും ചോദ്യം ചെയ്യണില്ല, എല്ലാവരും എൻ്റെ മെക്കെട്ടാ കയറുന്നത്. ഞാൻ ഭൂമിയോളം താഴാൻ, എവിടേക്ക് താഴാൻ? ഇതാണ് ഇവളുടെ മനസ്സിൽ. ഇവൾക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങി എവിടേക്ക് ഇറങ്ങിപ്പോവാൻ? സ്വന്തമായിട്ടൊരു ജോലിയില്ല, ഈ ഡിഗ്രി വരെ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഇവൾ ഭർത്താവിനോട് കയർക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ ഭർത്താവിൻ്റെ മർദ്ദനങ്ങളും കാര്യങ്ങളും. ഇവളൊരു കാര്യം തിരിച്ചറിയണം, ഒരു ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അയാളുടെ കയ്യിൽ നിന്ന് കാശ് വേണം. തൻ്റെ പ്രശ്നം കിടക്കുന്നത് എവിടെയാണ്? തനിക്കൊരു ക്വാളിറ്റി ഇല്ല, ഒരു ജോലിയില്ല. ഇവൾ ഡിസ്റ്റൻസ് ആയിട്ട് ഭർത്താവ് അറിയാതെ തന്നെ ചിലവിനയക്കുന്ന കാശിൽ നിന്ന് മിച്ചം വെച്ചിട്ട് ഇവളെന്ത് ചെയ്തു, ഒരു PG എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ജോലി കിട്ടുന്ന ഒരു പരുവത്തിലേക്ക് ഇവൾ മാറാൻ തുടങ്ങി. അങ്ങനെ ഭർത്താവുമായിട്ട് പ്രശ്നങ്ങളായി. സ്വന്തം വാപ്പാനോടും ഉമ്മാനോടും കാര്യങ്ങൾ പറഞ്ഞു. ഇവർ നേരെ കുട്ടികളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. പല ആൾക്കാരും വന്ന് വിളിച്ചു, നീ ഇങ്ങോട്ട് വരണം, പ്രശ്നങ്ങളാണ്, മറിച്ചതാണ്, നമുക്ക് ക്ഷമിക്കേണ്ട, സ്ത്രീകളാണ് ക്ഷമിക്കേണ്ടത്. ഇവൾ പറഞ്ഞു, എന്തിനു ക്ഷമിക്കണം? ഇനി ഇവിടെ ക്ഷമയുടെ ഒരു വിഷയങ്ങളെ വരില്ല. അയാൾ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, അയാൾ എന്നെ ഡിവോഴ്സ് ചെയ്തോട്ടെ, ചെയ്യാതിരിക്കട്ടെ, അതൊന്നും എനിക്ക്, എൻ്റെ സന്തോഷങ്ങൾ ഞാൻ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു യുവതി സ്വന്തം വീട്ടിൽ വന്ന് പഠനങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ ഒരു നല്ലൊരു ജോലിയൊക്കെ കിട്ടി. നല്ലൊരു ജോലിയൊക്കെ കിട്ടിയപ്പോൾ അവിടെ ഭർത്താവിൻ്റെ പഴയ ശ്രീലങ്കൻ റിലേഷൻഷിപ്പൊക്കെ പല പ്രശ്നങ്ങളായി. ആ സ്ത്രീ വലിയൊരു തുക ഇയാളെ അടിച്ചു മാറ്റുന്ന, അതായത് ചീറ്റിങ് നടത്തി. അയാളുടെ ബിസിനസ്സിൽ പ്രശ്നങ്ങളായി, കുറേ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. ഈ പരസ്ത്രീ ബന്ധം എന്നുള്ളത് ഭയങ്കര സുഖമാണ്, പക്ഷേ
അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ബർക്കത്തുകൾ നഷ്ടപ്പെടുത്തും, നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തും. കുറേ വൈകിട്ടാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ നഷ്ടങ്ങൾ മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ അഡ്വൈസ് ചെയ്തു, നീ ആ ഒരു സ്വന്തം ഭാര്യയെ ഇങ്ങനെ കരയിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഇയാൾ ഭാര്യ അടുത്ത് വന്നു, ഭർത്താവ് പണക്കൊക്കെ മാറ്റി വരാമെന്ന് പറയുമ്പോൾ ഇവൾ പറഞ്ഞു, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല, എനിക്ക് നിങ്ങളൊരു ഭർത്താവ് എന്നുള്ള ഒരു പ്രയോഗം ഭർത്താവായിക്കോട്ടെ ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുക ഒക്കെ ആയിക്കോട്ടെ, എനിക്കിപ്പോൾ സ്വന്തം നിലക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഇനി ആര് വന്ന് പറഞ്ഞാലും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ വരില്ല. വരാതിരിക്കാനുള്ള കാരണം നല്ല കാലത്ത് നിങ്ങളത് ചെയ്തു വെച്ചത് കൊണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ പഠനം നിങ്ങൾ പാതി വഴിയിൽ നിർത്തിച്ചു, ഒരു ജോലിക്കുള്ള അവസരങ്ങളില്ലാതാക്കി, പിന്നെ നിങ്ങൾ ഈ ചതി നിങ്ങൾ എന്നോട് ചെയ്തു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഏതെങ്കിലും തരത്തിലൊരു വിയോജിപ്പോ അല്ലെങ്കിൽ എന്താ പറയുക വിദ്വേഷമോ വെറുപ്പൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിയായിട്ട് ജീവിക്കുക, എപ്പോൾ വേണമെങ്കിലും ഈ കുട്ടികൾ വന്ന് കാണാം, ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഞാൻ ശീലിച്ചു എന്ന് പറഞ്ഞു. ഈ ഒരു യുവതി ചെയ്തൊരു രീതി ഇവരെന്നോട് പറയാണ്, ഇപ്പോഴും എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തലുണ്ട്, നീ കാരണമാണ് ഇന്ന് ആ വാപ്പാക്ക് ആ മക്കൾക്ക് വാപ്പ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ആ മക്കളിന്ന് വാപ്പാടെ കൂടെ കഴിയേണ്ടതല്ല. അപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ, ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ, ഇതാണ് ആ സ്ത്രീക്ക് അറിയേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഏതാണോ മനസ്സമാധാനം തോന്നുന്നൊരു കാര്യം അത് നമ്മൾ ചെയ്യാം. അപ്പോൾ അവരെന്നെ എന്നോട് പറഞ്ഞത്, സാർ എൻ്റെ ജീവിതം സാറ് വീഡിയോയിൽ പറയേ, എന്നിട്ട് ആളുകൾ പറയട്ടെ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആളുകൾ ചൂണ്ടിക്കാണിക്കട്ടെ, ഞാൻ തിരുത്താൻ തയ്യാറാണ്, ഇതൊരു ലൈഫാണ്. ഈ ഒരു യുവതിനോട് പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഈ വിഷയം പറയൂ, എന്നിട്ട് തിരുത്താനുണ്ടെങ്കിൽ ഞാൻ തിരുത്താം, പക്ഷേ എൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ സ്വന്തം നിലക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ്. ആ ജീവിക്കുന്നതിൽ ഇപ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തി ഞാൻ അയാളെ കൂടെ പോയിട്ട് കളയണോ വേണ്ടയോ, അയാൾക്ക് ഒരു തരത്തിലും ഞാൻ ബാൻ ചെയ്യുന്നില്ല, മക്കളെ കാണാനും പറ്റും. പക്ഷേ അയാളെ ഭാര്യയായിട്ട് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും അസാധ്യമാണെന്നുള്ളതാണ് ഈ യുവതിയുടെ അനുഭവം. ഈ ഒരു യുവതിയുടെ ഒരു തീരുമാനം തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് വേറൊരു കാര്യം പറയണം, ഞാൻ ഇന്നലെ വീഡിയോയിൽ മക്കത്തുനിന്ന് കൊണ്ടുവന്ന ഒരു മൈലാഞ്ചിച്ചിയുടെ കാര്യം പറഞ്ഞിരുന്നു. മക്കത്ത് മൈലാഞ്ചിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കാണിച്ചു തരാം. അപ്പൊ ഇതാണ് സംഭവം. ഇതെങ്ങനെ ഇവിടെ എത്തിന്നല്ലേ പറഞ്ഞുതരാം. 2 വർഷം മുമ്പ് എന്റെ ഉമ്മയും ഉപ്പയും വല്യമ്മയും ഹജ്ജിന് പോയി. ഹറമെന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് റൂമിൽ പോകുമ്പോൾ റൂമിന്റെ അടുത്തായിട്ട് ഒരു മൈലാഞ്ചി മരം കണ്ടു. ചെടിപ്രേമിയായ എന്റെ ഉമ്മ അതിലൊരു ഒടിഞ്ഞു നിൽക്കുന്ന കമ്പ് കണ്ടപ്പം അത് അങ്ങോട്ട് എടുത്തു. ചെറിയൊരു കമ്പിട്ടോ, ഒരു 10 സെന്റിമീറ്റർ പോലും വലുപ്പില്ലായിരുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് അതൊരു കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെച്ച് മദീനയിലേക്ക് പോകുമ്പോ പേപ്പർ നനച്ചിട്ട് ഇങ്ങനെ അതിൽ പുതർത്തി വെച്ച് പിന്നെ അവിടുന്ന് നാട്ടിലോട്ടും അതേപോലെ കൊണ്ടുവന്ന് വീട്ടിലെത്തിയപ്പോ ചെറിയ ഇലകളൊക്കെ അതിൽ വന്നിരുന്നു കേട്ടോ. പിന്നെയും കുറച്ചു ദിവസം അത് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ ഒരു ചെറിയ ചട്ടിയിൽ മണ്ണ് ഇട്ടിട്ട് അതിൽ കുഴിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ ഉള്ള സ്ഥാനത്ത് വെച്ചു. ഇപ്പൊ ഇതിവിടെ ഉഷാറായി വളർന്നിക്കണ്. ഉമ്മാന്റെ ഫേവറേറ്റ് മരമാണ് ഈ മൈലാഞ്ചി മരം. അരച്ച് മൈലാഞ്ചി ഇടലൊക്കെ ഇപ്പൊ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. ഈ പെരുന്നാൾക്ക് ഞാനും ഒന്ന് ട്രൈ ചെയ്തു. ആൻഡ് ഗൈസ്, ഇതിന്റെ ചോപ്പ് കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി. അത്രയ്ക്കും ചോക്ക് കിട്ടോ. ഇത് നമ്മൾ ട്യൂബ് മൈലാഞ്ചി കിട്ടാനുണ്ടാവുന്ന ചോപ്പില്ലേ, അതേപോലെ ചോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് എന്റെ ഉമ്മാന്റെ സ്വന്തം മൈലാഞ്ചി മരത്തിന്റെ കഥ. എനിവേ, അത്രേ ഉള്ളൂ. ബൈ. ഒരു യുവതിയുടെ ഒരു ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടതാണ്. അപ്പോൾ അവർ മൈലാഞ്ചി ചെടി കൊണ്ടുവന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് മൈലാഞ്ചി ചെടി വളർത്തി അതിൽ നിന്ന് അരച്ച് മൈലാഞ്ചി ഇട്ട് ഈ സന്തോഷം ഞാൻ പങ്കിട്ടപ്പോൾ ഒരുപാട് പേരെ കമൻറ്റ്, മക്കത്തുനിന്ന് സാധനങ്ങളിൽ ഹറാമല്ലേ, നിങ്ങളത് സൂചിപ്പിക്കാതിരുന്നത്. അപ്പോൾ ആ സ്ത്രീ മക്കത്തുനിന്ന് സമ്മതമില്ലാതെ കൊണ്ടുവന്നതാണ്, നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അവർ പെർമിഷനോട് കൂടി കൊണ്ടുവന്നതായിരിക്കും. നമ്മൾ അങ്ങനെയല്ലേ ഒരാളെ കുറിച്ച് നല്ലതല്ലേ കരുതേണ്ടത്. അവരങ്ങനെ പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അവരത് സമ്മതത്തോടു കൂടി കൊണ്ടുവന്നതായിരിക്കില്ലേ. അപ്പോൾ ഈ ഹജ്ജ് മറ്റേ ഉംറക്കൊക്കെ പോകുന്നവരോട് ഉസ്താദുമാർ അമീർമാർ പറയൂല, ആവശ്യമില്ലാതെ അവിടെ നിന്ന് പറിച്ചെടുക്കരുത്, ആവശ്യമില്ലാതെ ഹറമിൽ നിന്ന് കൊണ്ടുവരരുത്, സമ്മതമില്ലാതെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർ മിക്കവാറും എന്തായിരിക്കും, പെർമിഷനോട് കൂടി കിട്ടിയതായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ആ വീഡിയോയിൽ ഇത്തരത്തിൽ നിങ്ങൾ ഹറമിൽ ഒരു സാധനം കൊണ്ടുവന്ന് തെറ്റാണെന്ന് പറയാതെ. കാരണം അവരങ്ങനെ കൊണ്ടുവന്നിട്ടില്ല, അവർ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കരുതാണ് എന്തെങ്കിലും കാണുമ്പോഴേക്ക് അതിനൊരു ബേഡ് ഇമേജ് ആയിട്ട് കാണാൻ. അപ്പോൾ പലരും എന്നേലും ഇങ്ങനെ കുറ്റപ്പെടുത്തി, നിങ്ങൾക്കത് പറഞ്ഞു കൊടുത്തൂടെ, അവരങ്ങനെ പെർമിഷനോട് കൂടി കൊണ്ടുവന്നതാണെങ്കിലോ, പിന്നെ നമ്മൾ എന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ എന്തിനും നമ്മളൊരു പോസിറ്റീവായിട്ട് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പലരും കമൻറ്റ് ഇട്ടത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഞാൻ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു, മക്കത്തുനിന്നും അതേപോലെ ഹറമിൽ നിന്നൊക്കെ ഇങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ശരിയാണോ? അപ്പോൾ എല്ലാവരും അഭിപ്രായപ്പെട്ടത് ആവശ്യമില്ലാത്ത അത്തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. വെരി ഗുഡ്, ഞാനും അഭിപ്രായക്കാരനാണ്. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് ലോകകപ്പ് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, എത്ര രാജ്യങ്ങളാണ് ഇത്തവണ മത്സരത്തിനുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എത്ര രാജ്യങ്ങൾ? മുമ്പത്തെ ലോകകപ്പിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് 3 രാജ്യങ്ങൾ നടക്കുന്ന ലോകകപ്പാണ്. അതായത് അമേരിക്ക, മെക്സിക്കോ, കാനഡ, അങ്ങനെ 3 രാജ്യങ്ങളായിട്ടാണ് ഈ ലോകകപ്പ് നടക്കുന്നത്. മുൻപ് ഒരു രാജ്യങ്ങളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ 2 രാജ്യങ്ങളായിരുന്നെങ്കിൽ 3 രാജ്യങ്ങൾ ഇങ്ങനെ നടക്കലില്ല. അതേപോലെ രാജ്യങ്ങളെല്ലാം കൂടി, മുമ്പുണ്ടായിരുന്നതിനേക്കാളും പണ്ട് 22 ദിവസമാണ്, ഇപ്പോൾ 32 ദിവസങ്ങൾ ലോകകപ്പ് മത്സരങ്ങളുണ്ട്. അതോടൊപ്പം വേദികളുടെ എണ്ണം കൂട്ടി, മാച്ചിൻ്റെ മത്സരം എണ്ണം കൂട്ടി, രാജ്യങ്ങളുടെ എണ്ണം കൂട്ടി. അപ്പോൾ എത്ര രാജ്യങ്ങളാണ് ഇത്തവണ ലോകകപ്പ് മത്സരത്തിനുള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് ഉത്തരം അറിയുന്ന ആളുകൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.